ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കുറേ മെസ്സേജ് വന്നു. ഒന്നുമില്ലടാ ചേർക്ക. ഇതാ ചെറുതാണ്. ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ട് എന്നെ വാട്സപ്പിൽ കൂടെയാണ് ഇപ്പൊ ചൊറിയുന്നത്. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിൽ ആള് നല്ല ഹാപ്പിയാണ്. വെൽക്കം ടു ഡേ 3 ഓഫ് ഹോംലെസ്നെസ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 175 രൂപയാണ്. ഇന്ന് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ആദ്യം എന്തെങ്കിലും ജോലി കിട്ടുമോ നോക്കണം. മൂന്നാമത്തെ ദിവസം എൻ്റെ പ്ലാൻ ഒരു ജോലിക്ക് പോകാനാണ്. കാരണം എൻ്റെ ഇന്നലത്തെ $1 മില്യൺ ബിസിനസ് ഫ്ലോപ്പ് ആയിരുന്നു. ഇന്നലെ ഞാൻ 350 രൂപയ്ക്കാണ് ഈ ഒരു ഡോർമെട്രിയിൽ സ്റ്റേ ചെയ്തത്. അങ്ങനെ ജോലി അന്വേഷിച്ച് ഞാൻ പോയത് എറണാകുളം മാർക്കറ്റിലേക്കാണ്. ഇന്ന് ഞായറാഴ്ച, കടയൊന്നും തുറന്നിട്ടില്ല. ഇനി എന്ത് ചെയ്യും? ഇന്നൊരു ഞായറാഴ്ചയാണ്. എൻ്റെ പ്ലാൻ എല്ലാം തെറ്റി. ഓക്കെ, അതിൻ്റെ വിഷമം മാറാൻ ഫുഡ് കഴിച്ചാലോ? ഇവിടെ കഴിച്ചാലോ? ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ. ഓക്കെ, ഒരു ചായ കഴിക്കാൻ എന്തോ? കഴിക്കാൻ പരിപ്പോടുണ്ട്, സമൂസ ഉണ്ട്, പത്തിരിയുണ്ട്, ബർഗർ. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ജോലി കിടക്കുമോ എവിടെയെങ്കിലും? ഇവിടെ ജോലി, ഇവിടെ ബ്രോഡയിൽ മൊത്തം എല്ലാ കടയിലും ജോലി കിട്ടോ? പിന്നെ ഇന്ന് കടയും തുറന്നിട്ടില്ല. കട തുറക്കാൻ സമയമുണ്ടല്ലോ ബൈ. ഇതാണ് എൻ്റെ ജീവിതം. ഇപ്പൊ ഇങ്ങനെയാ. അങ്ങനെ എൻ്റെ ജീവിതം സേഫായിട്ട് ഡിസ്പോസ് ചെയ്തിട്ട് ഞാൻ വീണ്ടും മറൈൻ ഡ്രൈവിലെത്തി. അവിടെ ചെന്നപ്പോൾ തന്നെ 1-2 കട തുറക്കുന്നത് കണ്ടു. നേരെ അവിടെ പോയി ജോലി ചോദിച്ചു. ചേട്ടാ, അപ്പം ഇവിടെ എന്തേലും ഒരു അരമണിക്കൂറത്തേക്ക് ജോലിയാണ്? വന്നിട്ടില്ല. ഓക്കെ, ഈ ഏരിയയിൽ എന്തെങ്കിലും കിട്ടുമായിരിക്കും. താങ്ക് യു. റിജക്റ്റ്. ഇവിടെ എന്തെങ്കിലും 1 മണിക്കൂറത്തേക്ക് എന്തെങ്കിലും ജോലി കിട്ടാനായിട്ടല്ലോ വഴി ഉണ്ടായിരിക്കും? സ്റ്റാഫ് അപ്പോൾ സോറി. 5 ദിവസം ജോലി എടുത്തിട്ട് വീട്. പക്ഷെ കിട്ടിയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? രാവിലെ തന്നെ ജോലി അന്വേഷിച്ച് ഇറങ്ങിയിട്ട് 1-2 കടയിൽ പോയി ചോദിച്ചു. അവിടെ ജോലി ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിവിടെ മറൈൻ ഡ്രൈവ് സൈഡിൽ പിന്നെയും വന്നിട്ട് ആണ്ടെ INS വിക്രാന്തിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഇവിടെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഭയങ്കര പേടി തോന്നുന്നു. എല്ലാവരും ഭയങ്കര ബിസിയാണ്. എല്ലാവരും പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കയറിയിട്ട് ഒരു ജോലി തരുമോ എന്ന് ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആവും. നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. രാവിലെ ഫുള്ള് നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും. പക്ഷേ ഉച്ച കഴിഞ്ഞ് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. എൻ്റെ കയ്യിൽ ഇന്നലത്തെ ചാർട്ട് പേപ്പറിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് ഞാനൊരു ചെറിയ സ്റ്റാർ തട്ടിക്കൂട്ടി. ഇത് സെയിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റാർ ഉണ്ടാക്കി മേടിക്കാൻ താല്പര്യമുണ്ട്. 10 രൂപ ഇല്ല. ചേച്ചി, ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു സ്റ്റാറാണ്. ഇത് 10 രൂപയ്ക്ക് വിൽക്കാൻ പറഞ്ഞ ആരെങ്കിലും മേടിക്കുമായിരിക്കും? മേടിക്കായിരിക്കുമല്ലേ പിള്ളേര്? അന്നൊരെണ്ണം മേടിക്കോ? ഒരു സ്റ്റാറേ ഉള്ളൂ. താങ്ക് യു. കിട്ടി ഒരു ഫീൽ കിട്ടി. ശരിക്കും ചെറിയ വിഷമമുണ്ട്. കാരണം അല്ല മേടിച്ചാ പൈസ മേടിച്ചേനെ. അല്ല, അവര് ഡെയിലി ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പം അവരൊന്ന് മേടിക്കാനൊരു മടിയുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സർവൈവ് ചെയ്തേ പറ്റത്തുള്ളൂ. താങ്ക് യു ചേച്ചിമാർ, താങ്ക് യു. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ പൈസയുണ്ട്. ഐ ആം റിച്ച്. അതുകൊണ്ട് ഞാൻ അവിടെ പോവും. ഞാൻ വീടില്ലല്ലോ. അയ്യോ ഞാൻ അവിടെ പോവും. പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിനാ? വീടില്ലല്ലോ. എൻ്റെ കയ്യിൽ ഇപ്പം 160 രൂപയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഉള്ളത് കൊണ്ട് സർവൈവ് ചെയ്യാമെന്ന്. അങ്ങനെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ബോട്ടിൽ കയറി ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോയി. നമ്മൾ പോകുന്ന വഴിക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കാണും. എടാ, പട്ടിയെ പിടിച്ചേ റോഡ് വീലറാന്ന് പറഞ്ഞ് വിറ്റാലോ? എന്താടാ, എന്ത് പറ്റി? നീ അകത്ത് തന്നെ ഇരുന്നോ? അതാ നല്ലത്. പുറത്ത് നല്ല ബോറാടാ. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല. ഒന്നും ചെയ്യാനൊരു മൈൻഡില്ല. ആ ഒരു വിഷമം മാറാൻ എന്തേലും കഴിക്കാം.
കണ്ണില് വെള്ളത്തില് തോന്നുന്നു ഇതിയുടെ എക്സ്പ്രഷൻ കണ്ടില്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അങ്ങനെ 3-ാമത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. എൻഡ് ഓഫ് ഡേ 3. ഇന്നത്തെ ദിവസത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വൃത്തികെട്ട ദിവസമായിരുന്നു. കാരണം റിജക്ഷൻസിന്റെ മേളിൽ റിജക്ഷൻസ് ആയിരുന്നു. ഞാൻ ഇന്ന് ശരിക്കും മെന്റലി മടുത്ത് നെഗറ്റീവ് അടിച്ചിരിക്കുമായിരുന്നു. കാരണം രാവിലെ ഇറങ്ങിയപ്പോൾ തൊട്ട് റിജക്ഷൻസ് ആണ്. ഇപ്പോഴാണ് ശരിക്കും ഒരു ഹോംലെസ്നെസ്സിന്റെ ഫീലിംഗ് തോന്നി തുടങ്ങിയത്. കാരണം ഇപ്പൊ എന്റെ ലൈഫിന്റെ പോക്കെന്ന് പറഞ്ഞാൽ പൈസ കിട്ടുന്നു, അഹങ്കാരം കൂടുന്നു. അടുത്ത ദിവസം പൈസ തീരുന്നു, അഹങ്കാരം കുറയുന്നു, വഴി കിടക്കുന്നു. പിറ്റേ ദിവസം പൈസ ഉണ്ടാക്കുന്നു, അഹങ്കാരം കൂടുന്നു, ഹോട്ടലിൽ കിടക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനി ഞാൻ കിടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് റെയിൽവേ സ്റ്റേഷനിലാണ് കിടക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ 119 രൂപയുള്ളൂ. അതുകൊണ്ട് ഞാനൊരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ബോട്ട് കയറി പിന്നെ ബസ് കയറി ഞാൻ കോട്ടയത്തെത്തി. ഞങ്ങൾ അങ്ങനെ സേഫ് ആവാൻ വേണ്ടി കോട്ടയത്ത് വന്നതാണ്. ഇവിടെ ആണെങ്കിൽ എന്തോ ഇത് വെള്ളപ്പൊക്കോ, ഒടുക്കത്തെ മഴ. എന്നാ ഞാൻ വിചാരിച്ച് ബസ് സ്റ്റാൻഡിൽ വല്ലതും കിടക്കാന്ന് വിചാരിച്ചിട്ട് ഇതേലും മുഴുവൻ വെള്ളമാണ്. അവിടെ ഇന്നത്തെ ദിവസം മുഴുവൻ പോക്കായിരുന്നു. വീണ്ടും എൻ്റെ ഡ്രസ്സ് മാറി ഞാൻ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കയറി. നാളെ ഒരു നല്ല ദിവസമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹായ്, ഞാൻ ഈ ഒരു സീരീസ് ചെയ്യുന്നത് നിവേദ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. നിവേദിന് 6 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. പക്ഷെ ഇരിക്കാനോ നടക്കാനോ ഒന്നും അവനെ കൊണ്ട് പറ്റത്തില്ല. നിവേദിന്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അവനൊന്ന് നടന്നു കാണുക എന്നുള്ളത്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ വിചാരിക്കുവാണെങ്കിൽ ആ ഒരു കാര്യം പെട്ടെന്ന് തന്നെ നടക്കും. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്യുക, എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാനും ചെയ്യുന്നതായിരിക്കും.